അപ്പോൾ വാട്സപ്പ് പോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ഉപയോഗിക്കുന്നുണ്ടല്ലേ. ഓരോ ദിവസം കഴിയുമ്പോൾ ടെലിഗ്രാമിൽ കുറേ അധികം ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടെലിഗ്രാമിൽ വരാൻ പോകുന്നതും ഇപ്പോൾ വന്നിരിക്കുന്നതുമായിട്ടുള്ള അടിപൊളി ബെസ്റ്റ് ആയിട്ടുള്ള ടിപ്പുകളും ട്രിക്കുകളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറേ മെസ്സേജുകളുടെ ശല്യങ്ങൾ സഹിക്കാൻ വയ്യാണ്ട് എന്താകും, അത് ഓഫാക്കി വെക്കും അല്ലെങ്കിൽ സൈലൻ്റ് ആക്കി വെക്കും. അപ്പോൾ ടെലിഗ്രാമിൽ പുതിയ ഫീച്ചർ ഡിസേബിൾ സൗണ്ട് ആൻഡ് മ്യൂട്ട്. നമുക്ക് സൗണ്ട് ഡിസേബിൾ ചെയ്ത് വെക്കാനും പറ്റും, മ്യൂട്ട് ചെയ്ത് വെക്കാനും പറ്റും. ശല്യമായിട്ടുള്ള ചാറ്റുകളൊക്കെ നമുക്ക് മ്യൂട്ട് ചെയ്ത് വെക്കാനും പറ്റുന്നതാണ്. ഈ രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ വന്നാൽ കൊള്ളാം എന്നുള്ളൊരു ട്രിക്കാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ കാണണമെങ്കിൽ എന്താക്കും, അത് നമ്മൾ ഓഫാക്കിയിട്ട് വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ കയറ്റിയിട്ടാണ് നമ്മൾ പുറമേ നിന്ന് വീഡിയോ കാണുന്നത്. എന്നാൽ നമുക്ക് ടെലിഗ്രാമിലുള്ള വീഡിയോകൾ നമുക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇതെന്തായാലും ഉപകാരപ്പെടുന്നതാണ്. നമ്മൾ സിനിമയോ എന്തെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാട്സപ്പിലാണെങ്കിലും ചാറ്റ് കൊണ്ട് തന്നെ നമുക്ക് സിനിമയൊക്കെ വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ്ലി ബോട്ട് അഡ്മിൻ എന്നാണ്. അപ്പോൾ ഈ ട്രിക്ക് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ അഡ്മിനെ ആഡ് ചെയ്യാനും പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ നാലാമത്തെ ട്രിക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആയ ട്രിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പൈസയൊക്കെ ഏണിങ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. ഇതെന്തായാലും അടിപൊളി അപ്ഡേഷനാണ്. ഇത് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അപ്ഡേഷനാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ ഗെയിമോ എന്തെങ്കിലുമൊക്കെ കളിച്ച് അതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു എമൗണ്ട് കൊടുത്തിട്ട് അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കളിച്ചതിന് ശേഷം നമുക്ക് ആ പൈസ ഏണിങ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു അടിപൊളി ട്രിക്കാണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന അടിപൊളി അപ്ഡേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയുടെ ഒച്ച നിങ്ങൾക്ക് ശല്യമായെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ അപ്ഡേഷൻ എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നേക്കുക. ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ എൻ്റെ ചാനൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഓളെന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തതായിട്ടുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഈ 4 അപ്ഡേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കറക്റ്റ് ഇപ്പോൾ യൂസ്ഫുൾ ആയതിനെക്കാട്ട് അടിപൊളിയായിട്ടുള്ള ഇതാണ്. നമുക്ക് അതും കൂടി കാണാം. നമ്മൾ ആറാമത്തെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ ഓട്ടോ ഡിലീറ്റ് മെനു ആൻഡ് പ്രൊഫൈൽസ് ആണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റിംഗ്സിൽ പോയതിന് ശേഷം ഇതുപോലെ ചെയ്യുക. അതിനുശേഷം അതെന്താവും, അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റ് ആവുന്നതായിരിക്കും. നമ്മൾ ഇന്ന സമയം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ന സമയത്ത് അത് കറക്റ്റ് നമ്മൾ എത്ര ദിവസമാണോ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര മണിക്കൂറാണോ സെറ്റ് ചെയ്യുന്നത് ആ മണിക്കൂർ കൊണ്ട് അത് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മെസ്സേജ് ഫോർവേഡ് ചെയ്യാനോ പറ്റുന്ന ഒരു അടിപൊളി അപ്ഡേഷൻ കൂടിയാണ് ഏഴാമത്തത് റിപ്ലൈ ആൻഡ് ഫോർവേഡ് മെസ്സേജ് എന്നാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇത് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഫുള്ളും സെലക്ട് ചെയ്തതിന് ശേഷം ഫോർവേഡ് ഉണ്ടാവും, ഫോർവേഡ് ചെയ്യുക, റിപ്ലൈക്ക് മെസ്സേജ് ആയിട്ട് കൊടുക്കുക. ഇത് സിമ്പിളാണ്. അപ്പോൾ ഇത് വാട്സപ്പിൽ വന്നാൽ കൊള്ളാം എന്നുള്ള ഒരു അടിപൊളി അപ്ഡേഷനാണ് എട്ടാമത്തെ. അപ്പോൾ എനിക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന അപ്ഡേഷൻ കൂടിയാണ്. നമ്മൾ ആരെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് നോട്ടിഫിക്കേഷന് വേറെ ആയിട്ടുള്ള ഒരു സൗണ്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്ഡേഷനാണ് എട്ടാമത്തെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. സിമ്പിളായിട്ട് സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് അത് ഇതാവുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ടെലിഗ്രാം ഒന്ന് അപ്ഡേഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ലൈവ് പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഗെയിം കളിക്കുന്നവർക്കായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി അപ്ഡേഷനാണ് ഒമ്പതാമത്തെ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റുന്നതാണ്. ലൈവ് സ്ട്രീം നമ്മളുടെ ടെലിഗ്രാമിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് സ്ട്രീം ചെയ്ത് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇതാക്കാനോ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അപ്ഡേഷനിൽ ഇഷ്ടപ്പെട്ട അപ്ഡേഷൻ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എനിക്ക് ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിന് എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആകും, അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ ബൈ ബൈ.